നമസ്കാരം. ഞാനിപ്പോൾ പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ജനകീയ ഹോട്ടൽ തൃപ്തി കാറ്ററിംഗ് യൂണിറ്റ് കുടുംബശ്രീ ജനകീയ ഹോട്ടലിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ഊണിന് അതായത് ഊണിന് 30 രൂപയേ ഉള്ളൂ. സ്പെഷ്യൽ 30 രൂപ. പിന്നെ ഈവനിങ് സ്പെഷ്യൽ ചായ, സ്നാക്സ്, ദോശ, ഓംലേറ്റ്, കപ്പ, മീൻകറി, ചപ്പാത്തി, മുട്ടക്കറി അങ്ങനെയെല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ചെയ്യല്ല. നമസ്കാരം. ഉണ്ണാൻ വന്നാണോ? ഊണിക്കാൻ വന്നാണ്. ഇത് ഈ ജിഷനെ അറിയാലോ? ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ ഒരു ഗായിയാണ്. എങ്ങനെയുണ്ട് ഊണെങ്ങനുണ്ട്? അല്ല വേണോ? ഓക്കെ ഓക്കെ, ഞാനൊന്ന് കഴിക്കാൻ പോയി. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടുത്തെ സ്റ്റാഫാണോ? ഇതൊക്കെ ഊണ് കഴിച്ചിരിക്കുന്നവരാണോ? ആണോ? പേര്? റംല. സ്റ്റാഫാണോ? ഇച്ചിരി നേരത്തെ വരണല്ലേ? മൊത്തം തിരക്കാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ തിരക്കായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, അപ്പുറം കൊണ്ടുവിട്ടിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലേ? ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേര് ജാനമ്മ. അപ്പൊ നിങ്ങള് എത്ര പേര് ഷെയർ ചെയ്ത? 6 പേര്. ആണല്ലേ? അദ്ദേഹത്തിന്റെ പേരെന്തോ? വിജയമ്മ. എനിക്ക് അടുക്കളയോട്ട് വരാമോ? കുഴപ്പമില്ലല്ലോ, വരാമോ? നിങ്ങളുടെ പാചകപ്പുരയിലേക്ക് വരാമല്ലേ? അത് കുഴപ്പമില്ല, മനസ്സിലായി. അടിപൊളി. നല്ല മീൻ വറുത്തത് അടുത്ത വേവുക. എൻ്റെ പൊന്നെ വായിൽ കൊതി ഊർന്ന്. ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നല്ലേ? തീരാറായല്ലേ? ബാക്കിയുള്ള സ്റ്റാഫിനെ പരിചയപ്പെട്ടില്ലോ. പേരെന്തായിരുന്നു? രഞ്ജിനി. പേര് സരിത. നല്ല ഇപ്പൊ തന്നെ തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ വന്നത്. നല്ല തിരക്ക് ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഭക്ഷണം കണ്ടു? കൊള്ളാവോ? എന്ത് ജനകീയ ഹോട്ടലാ. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? സ്ഥിരം കഴിക്കുന്നതാണോ ഭക്ഷണം? ആണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇത് ഞങ്ങളുടെ കൊള്ളാം ഭക്ഷണം. ഓക്കെ, ഇത് കണ്ടോ? നമ്മുടെ ഒരു തിരക്ക് ഒഴിഞ്ഞ സമയത്താണ് ഞാൻ വന്നത്. എന്നിട്ട് പോലും തിരക്കാണ്. വരുമ്പോൾ നമുക്ക് എങ്ങനെ ഫുഡ് ഉണ്ട്? കൊള്ളാമോ? നിങ്ങൾ ഇതേ എങ്ങനെ പോലെ ഫുഡ്? ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇവിടുന്ന് സ്ഥിരം കഴിക്കുന്നതല്ലേ? ഓക്കെ ഓക്കെ. ഞങ്ങൾ ഏതാണ്ട് 6 വർഷമായി ജനകീയ ഭക്ഷണശാല തുടങ്ങിയിട്ട്. അതിനു മുമ്പേ ഞങ്ങൾ തൃപ്തി കാറ്ററിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓർഡറുകൾ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജില്ലാ മിഷൻ്റെ വലിയൊരു സഹായത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ ജനകീയ ഭക്ഷണശാല മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഓർഡറും പുറത്തുള്ള എല്ലാ വർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ സബ്സിഡി ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഉപരി അതിദരിദ്രരായ 4 പേർക്ക് 3 നേരം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണ്. അതും ഇതേ ഒരു ഊണിന് 30 രൂപ വെച്ചാണ്. അതിനകത്ത് എല്ലാ കറികളും ചേർന്നുള്ളതാണ്. പിന്നെ സ്പെഷ്യലുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർന്ന് ഞങ്ങൾ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടക്കമായിട്ട് ഏതാണ്ട് ഒരു 4 മാസമായതേ ഉള്ളൂ. നമ്മുടെ പുന്നപ്ര തെക്ക് പഞ്ചായത്താണ് ഞങ്ങൾക്ക് ഈ ജനകീയ ഭക്ഷണശാലയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത്, അതായത് ഞങ്ങളുടെ പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷന് മുകളിലുള്ള ജനകീയ ഹോട്ടൽ അല്ലേ? പേരെന്തായിരുന്നു? തൃപ്തി കാറ്ററിംഗ് യൂണിറ്റ്. തൃപ്തി. അത് ഇവിടുന്ന് കഴിച്ചാൽ തൃപ്തിയാവും എന്നാണ് പറഞ്ഞത്. എനിക്ക് അടുക്കളയിൽ ഇവിടെ വന്ന ആൾക്കാരെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് തൃപ്തി തന്നെയായിട്ടാണ് എനിക്കും തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കും ജനകീയ ഹോട്ടലിലേക്ക്, നമ്മുടെ 6 അമ്മവങ്ങന്മാർ നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഏവരെയും നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ജനകീയ ഹോട്ടലിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഫോൺ നമ്പർ എന്ന് പറയാമോ? 9846179646. ഓക്കെ. എന്റെ പേര് റംല ഷിഹാബുദ്ദീൻ. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. കൂടാതെ ഞാൻ കുടുംബശ്രീയിൽ വൈസ് ചെയർപേഴ്സണായി 2 ടൈം ഇരുന്നതാണ്. അങ്ങനെ സമൂഹമായിട്ട് നല്ല പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. ഐക്യവേദി എന്ന കുടുംബശ്രീയുടെ കീഴിലാണ് ഞങ്ങൾ ഈ ജനകീയ ഭക്ഷണശാല തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഹാർദവുമായി ഈ ഭക്ഷണശാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രുചികരമായ ഭക്ഷണം ഞങ്ങൾ നൽകുക എന്നതാണ് സാമ്പത്തികത്തിനും ലാഭത്തിനുമൊക്കെ മുൻപന്തിയിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഈ തൃപ്തി കാറ്ററിംഗ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.